ഏറെ പ്രിയപ്പെട്ട LPSC UPSC ഉദ്യോഗാർത്ഥികളെ, UPSCയുടെ റാങ്ക് ലിസ്റ്റ് വന്നു. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ സാധാരണഗതിയിൽ എല്ലാവർക്കും ചോദിക്കാനുള്ളൊരു ചോദ്യം ഇതാണ്: സയൻസ് പഠിച്ചവർ, സയൻസ് വിഷയങ്ങൾ ഐച്ഛികമായി എടുത്തവർ മാത്രമാണോ റാങ്ക് ലിസ്റ്റിൽ വന്നത്? അല്ല. അങ്ങനെ ഒരു ചോദ്യത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് ഇനിയുള്ള വാചകങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക. സയൻസ് പഠിച്ചവർക്ക് സയൻസ് വിഷയങ്ങളിൽ കുറച്ച് കോമ്പിറ്റൻസി ഉണ്ടാകും. ഹ്യൂമാനിറ്റീസ്, ആർട്സ് വിഷയങ്ങൾ പഠിച്ചവർക്ക് ആ സബ്ജക്റ്റുകളിലും കോമ്പിറ്റൻസി ഉണ്ടാകും. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അവിടെ ലിമിറ്റേഷനും അങ്ങനെ തന്നെയാണ്. സോ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയം പഠിച്ചതുകൊണ്ട് മാത്രം UPSC തസ്തികയിൽ മികച്ച റാങ്ക് കരസ്ഥമാക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് അശാസ്ത്രീയമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ഒരു ടെൻഷനോ ബുദ്ധിമുട്ടോ ഉള്ള മാനവിക വിഷയങ്ങളും സയൻസ് വിഷയങ്ങളും പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി അടിസ്ഥാനപരമായി ഒരു പുതിയ ഫോർമുല, ഫോർമുല വെച്ചുകൊണ്ട്, ഒരു പുതിയ മൊഡ്യൂൾ, സ്റ്റഡി മൊഡ്യൂൾ വെച്ചുകൊണ്ട്, ഒരു പുതിയ സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് എൻ്റെ നേതൃത്വത്തിൽ ഉടൻ തന്നെ LPSC UPSCയുടെ ഏറ്റവും പുതിയ ഗോൾഡ് ബാച്ച് ആരംഭിക്കുന്നതാണ്. ഈ ബാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സയൻസ് വിഷയങ്ങളും മാനവിക വിഷയങ്ങളും ബുദ്ധിമുട്ടേറിയ ഉദ്യോഗാർത്ഥികൾക്ക് അതിനെ തരണം ചെയ്യാൻ വേണ്ടി അടിസ്ഥാനപരമായ ചില ഘടകങ്ങൾ, ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബാച്ച് ആരംഭിക്കുന്നത്. അത് സയൻസ് പഠിക്കാത്തവരും അതുപോലെ തന്നെ ആർട്സ് പഠിക്കാത്തവരും ഒരേപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ രണ്ട് വിഷയങ്ങളിൽ, രണ്ട് മേഖലകളിലുള്ള അവരുടെ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ മാനദണ്ഡങ്ങളും കൃത്യമായ രീതികളും അവലംബിച്ചുകൊണ്ടുള്ള ഒരു ബാച്ചായിരിക്കും. വേഗം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യൂ. ജോയിൻ നൗ.